വീണ്ടും ഞങ്ങൾ ഗ്രാമദീപ ആശ്രമത്തിലെത്തി. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് ശ്രീമതി സുഗത ബൽരാജ് ആണ്. അവർ കോളേജ് അധ്യാപികയാണ്, ഗ്രാമദീപാശ്രമത്തിൻ്റെ ഉപമഠാധിപതിയാണ്, ഗീതാചാര്യയാണ്, മികച്ച ഗീതാ പ്രഭാഷകയൂടിയാണ്. ഇനിയും അവർക്ക് വിശേഷണങ്ങൾ അധികമുണ്ട്, അതിലേക്കിപ്പോൾ കടക്കുന്നില്ല. എന്തായാലും നമുക്കവരെ സുഗത ടീച്ചറെന്ന് വിളിക്കാം. സുഗത ടീച്ചറെ സവിനയം STV ഷൊർണൂരിൻ്റെ സംസ്കൃതി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ടീച്ചർ. ആധ്യാത്മിക സംസ്കാരമുള്ള ഒരു വീട്ടിലാണ് ജനിച്ചതെന്നറിയാം. എന്തായാലും ടീച്ചറുടെ വീടിനെ പറ്റി, കുടുംബത്തെ പറ്റി ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. ഞാൻ വടകരയിലുള്ള ഒരു നായർ തറവാട്ടിലാണ് ജനിച്ചത്. അച്ഛൻ്റെ പേര് കുഞ്ഞിരാമക്കുറുപ്പാണ്. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അമ്മയുടെ പേര് നാരായണി അമ്മ. എനിക്ക് 5 ബ്രദേഴ്സാണുള്ളത്, ഒരു സിസ്റ്ററുണ്ട്. അതിൽ ബ്രദേഴ്സ്, മൂത്ത ആൾ യൂണിവേഴ്സിറ്റിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു, രണ്ടാമത്തെ ആൾ PWDയിൽ, മൂന്നാമത്തെ ആൾ ഇപ്പോൾ അമേരിക്കയിൽ എൻജിനീയറാണ്. ആദ്യം ഇന്ത്യൻ നേവിയിലായിരുന്നു എൻജിനീയറായിട്ട് വർക്ക് ചെയ്തത്. 4ാമത്തെ ആളാണ് മെഡിക്കൽ പ്രാക്ടീഷണറായ ആയുർവേദത്തിൻ്റെ. 5ാമത്തെ ആൾ യൂണിവേഴ്സിറ്റിയിൽ ഫിലോസഫിയിൽ മാഷായിരുന്നു. ഇപ്പോൾ സ്വന്തമായി ബിസിനസ്സൊക്കെ ആയി നടത്തുന്നു. ബാക്കി അവരുടെയൊക്കെ ഭാര്യമാർ അധ്യാപികമാരാണ്. ഒരു അമ്മാമനാണുള്ളത്, മാമൻ ഒരു അമ്മാമനാണുള്ളത്, അദ്ദേഹം എൻജിനീയറാണ്. ടീച്ചറുടെ പഠനത്തെപ്പറ്റി, അതേമാതിരി ജോലിയെപ്പറ്റി, ഇപ്പോൾ ഏത് കോളേജിലാണ് ജോലി ചെയ്യുന്നത്, ഏതാ വിഷയം, അതിനൊക്കെ പറ്റി ചെറുതായിട്ടൊരു വിവരണം. ഓക്കെ. ഞാൻ PG കഴിഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ അതിൽ MPhil എടുത്തു, അത് കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എടുത്തത്. പിന്നെ ഇതിൽ ഞാൻ രാമായണവും മറ്റുള്ള ആ ഒരു ട്രോജൻ വാറുമായിട്ടൊന്ന് സംയോജിപ്പിച്ചുകൊണ്ടുള്ളൊരു PhD ചെയ്യണമെന്ന് കരുതി അതിന് പുറപ്പെട്ടപ്പോഴാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സനാതനധർമ്മ പാഠശാല, അതായത് നമ്മുടെ ചിദാനന്ദപുരി സ്വാമിജിയുടെ ആ ഒരു സംരംഭം കാണാനിടയായതും. അപ്പോൾ എനിക്ക് തോന്നി ഗീതയിൽ, ഈ പഠനം ഗീതയിലേക്ക് സമയം ചെലവഴിച്ചാൽ എന്താ എന്നുള്ളൊരു ബോധമാണ് പിന്നെ എനിക്കുണ്ടായത്. അപ്പോൾ ഞാൻ അങ്ങനെ പിന്നെ ഗീതയിലേക്കാണ് എൻ്റർ ചെയ്തത്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് MHES കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അത് ചെരണ്ടത്തൂരാണ് പ്രവർത്തിക്കുന്നത്. അതെ, മലബാർ ഹയർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. അവിടെയാണ് ഇപ്പോൾ ഇംഗ്ലീഷ് അധ്യാപികയായി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വടകരയിലാണ് ജനിച്ചത്. വടകര എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഓർമ്മ വരിക തച്ചോളി ഉദയനക്കുറിപ്പ്. വല്ല ഓർമ്മകളുണ്ടോ അതിനെപ്പറ്റി? എന്തെങ്കിലും പറയാനുണ്ടോ? 1-2 വാക്കുകൾ. അതായത് എൻ്റെ ചെറുപ്പകാലത്ത് അമ്മ പറഞ്ഞിരുന്നു, ഉദയനന് വളരെ പ്രസക്തിയുണ്ട്. വടകര എല്ലാ കാര്യങ്ങൾക്കും അമ്മയെയാണ് അദ്ദേഹം ആശ്രയിച്ചിരുന്നത്. ലോകനാർക്കാവിലമ്മയാണ് ആസ്പദമാക്കി വർക്ക് ചെയ്തത്. അങ്ങനെ അമ്മയുടെ ഗുരു തമ്പിസ്വാമി, അപ്പോൾ നിത്യാനന്ദ ഭഗവാന്റെ ഒരു ശിഷ്യനാണ്. അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഉദയനൻ്റെ പുനർജന്മമാണ്, നീ നിൻ്റെ അവസാന ഘട്ടത്തിൽ ലോകനാർക്കാവ് തന്നെ പോയി അമ്മയുടെ അടുത്ത് ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട്. ലോകനാർക്കാവിലമ്മ ഭഗവതി ടീച്ചർ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? ലോകനാർക്കാവിലമ്മ ഭഗവതി എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയാണ് എന്നെ കൂടുതൽ സ്വാധീനിച്ചത്. ആ അമ്മയെ തന്നെയാണ് ഞാൻ അതിലും ദർശിക്കുന്നത്. ഇപ്പോൾ ടീച്ചർ പരക്കെ അറിയപ്പെടുന്നത് ഗീത ക്ലാസ് എടുക്കുന്നു, ഗീത ഡിസ്കോഴ്സ് ചെയ്യുന്നു, ഗീത ആചാര്യ എന്ന് ആണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് ഭഗവത്ഗീതയുടെ മംഗളശ്ലോകം ഒന്ന് ചൊല്ലാമോ? ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ
നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതിം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ധദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണി. നമോസ്തു തേ വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയപ്രദീപഃ. പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹദ്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാന്ധാരനീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹനീ കർണേന വേലാകുല. അശ്വത്ഥാമവികർണഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈ രണനദി കൈവർത്തകേശവഃ. പാരാശര്യവചസരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജനഷട്പദൈരഹരഃ പേബീയമാനം മുധാ ഭൂയാദ് ഭാരതപങ്കജം കലിമലപ്രധ്വംസി നഃ ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈർ വേദൈ സാംഗപദക്രമോപനിഷദൈർ ഗായന്തി യം സാമഗാ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ. ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ. ദേവായ തസ്മൈ നമഃ. ഗ്രേറ്റ്, വെരി ഗ്രേറ്റ്. ഇനി ഇംഗ്ലീഷ് അധ്യാപികയാണല്ലോ, അതും കൂടി ഒന്ന് ടച്ച് ചെയ്യണല്ലോ നമ്മൾ. അപ്പോൾ ഇംഗ്ലീഷിൽ കീറ്റ്സ്, ഷെല്ലി, വേർഡ്സ്വർത്ത്, വില്യം ഷേക്സ്പിയർ, ബർണാഡ് ഷാ അങ്ങനെ പോകുന്നു. ഇപ്പോൾ പി ബി ഷെല്ലിയുടെ 2 വരി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചു. ഐ ഫോൾ അപ്പോൺ ദി തോൺസ് ഓഫ് ലൈഫ്, ഐ ബ്ലീഡ്, ലിഫ്റ്റ് മീ എസ് എ വേവ്, എസ് എ ലീഫ്, എസ് എ ക്ലൗഡ്. ഇതേമാതിരി ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള 2 വരി, രണ്ടോ എത്രയായാലും ഒന്ന് റിസൈറ്റ് ചെയ്യാമോ? A thing of beauty is a joy forever. Its loveliness increases and it will never falls into nothingness. And heard melodies are sweet, but those unheard are sweeter. Beauty is truth, truth beauty. That's all you know on earth. That's it. The great philosophy. Beauty is truth, truth is beauty. ഇനി ടീച്ചർ ഈ വഴിക്ക് പോകുമ്പോൾ, ഇപ്പോൾ ആധ്യാത്മികത്തിൽ പോവാന്ന് പറയുമ്പോൾ തന്നെ സമൂഹവും മറ്റും നമ്മളൊരു വട്ട് പിടിച്ച കേസ് എന്നൊക്കെ പൊതുവെ പറയുക, അങ്ങനെയല്ലേ? അപ്പോൾ വീട്ടുകാരുടെയും സഹപ്രവർത്തകരുടെയും അവരുടെ എന്താണ് ഇതിലൂടെ ടീച്ചർക്ക് വല്ല പ്രോത്സാഹനം തന്നു, അതോ അവർ ഡിസ്കറേജ് ചെയ്ത് ഇതിനെപ്പറ്റി 2 വാക്ക് പറയാൻ പറ്റുമോ? ആദ്യം വീട്ടുകാരെങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്തായിരുന്നു, പിന്നെ കോളേജിലെ സഹപ്രവർത്തകരുടെ അവരുടെയൊക്കെ എന്താ നിലപാട്? ഒരു കാര്യം ആദ്യം പറയുകയാണെങ്കിൽ,
ഞാൻ ആര് പറയുന്നതും എനിക്ക് മനസ്സ് പറയുന്നതാണ് കൂടുതലായി ചെയ്യുന്നത്. പിന്നെ എൻ്റെ അമ്മയോട് ഞാൻ ആദ്യം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു മരിക്കുന്നതിന് മുന്നേ, അമ്മ ആദ്യം പാകിത്തന്ന വിത്തിന് ഈ ഫലമാവാൻ തുടങ്ങുകയാണമ്മേ, അതിനു വേണ്ടി ഞാൻ ഇനി പ്രവർത്തിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മയിൽ നിന്ന് ഞാൻ ആദ്യം അമ്മയുടെ ദേഹം ഇവിടെ വിടുന്നതിന് മുന്നേ ഞാൻ അതിന് അനുമതി നേടിയിട്ടുണ്ട്. പിന്നെ ബാക്കി എൻ്റെ സഹോദരങ്ങൾ ഞാൻ പറയുന്നത് പോലെ തന്നെ എന്നെ എല്ലാ കാര്യത്തിലും സഹായിച്ച് വന്നിട്ടുണ്ട് ഇന്ന് വരെ. അപ്പം അതുകൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പവും അതിൽ അവരാരും കാണിക്കാറില്ല. മാത്രമല്ല അവർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് അവർ ചിന്തിച്ചിട്ടുമില്ല. എനിക്ക് വേണ്ടി അവർ നിൽക്കുകയാണ് എല്ലാ കാര്യത്തിനും. ഇപ്പോൾ ഞാൻ വീട് തന്നെ എനിക്കൊരാശ്രമമാക്കണം എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും അതിന് 100% അവരനുമതിയാണ്. എല്ലാവരും എൻ്റെ കൊളീഗ്സും അവരും എനിക്ക് സഹപ്രവർത്തകരാണ്. ഫുൾ സപ്പോർട്ടാണ്. കാരണം കോളേജിൽ പല കാര്യങ്ങളും ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തുകൊണ്ട് എന്നെ ഫ്രീ ആയി വിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരും എനിക്ക് വേണ്ട എല്ലാവിധ സഹകരണങ്ങളും കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇത് നല്ലൊരു സുഹൃത്താണ്. ഓക്കെ, ഗുരു ആരാണെന്നൊന്ന് പറയാമോ? ആദ്യം എൻ്റെ അമ്മ തന്നെയാണ് എനിക്ക് ഗുരു, ആത്മീയ ഗുരു. അമ്മ ഇന്നേതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതേപോലെ ചെയ്തു വന്നതാണ്. പിന്നെ ഞാൻ അമ്മയോട് കുറച്ചും കൂടി ഇൻറ്റൻസായിട്ട് ഇത് ആത്മീയതയിലേക്ക് കടക്കണമെന്ന് വന്നപ്പോൾ ഞാൻ അമ്മയോടൊരു ഗുരുവായിട്ട് തന്നെ നിന്നൂടെ അമ്മയെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മകൾക്കൊരു ഗുരു വരൂ എന്തായാലും എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ മരിക്കുന്നതിന് മുന്നേ ചിദാനന്ദപുരി സ്വാമിജി അവിടെ വന്നു. എൻ്റെ ഗുരുവാണ്, കൊളത്തൂർ അദ്വൈതാശ്രമം. അതായത് അമ്മയുടെ ഈ ആധ്യാത്മിക ജീവിതം കണ്ടിട്ട് തന്നെ എനിക്ക് ചെറിയ കുട്ടിയായ സമയത്ത് തന്നെ അച്ഛനും അമ്മയും ഇതിലൊക്കെ അച്ഛൻ വളരെ വലിയൊരു സംസ്കൃതി പണ്ഡിതനാണ്. അച്ഛനും പിന്നെ അമ്മയും എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്, അച്ഛൻ്റെ സുഹൃത്തുക്കളൊക്കെ കൂട്ടി അവിടെ വന്ന് ഡിസ്കസ് ചെയ്യുന്നത് രാമായണത്തിലെയും ഭാഗവതത്തിലൊക്കെയുള്ള ലൈൻസാണ്. അപ്പോൾ എനിക്ക് അതിനോട് പണ്ടേ ഒരു പ്രതിപത്തി കൂടുതലാണ്. നമുക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന അനേക പുണ്യഗ്രന്ഥങ്ങളുണ്ട്. രാമായണം, ഭഗവത്ഗീത, ഭാഗവതം, പുരാണങ്ങൾ, നിരവധി സ്തോത്രങ്ങൾ, അങ്ങനെ പോകുന്നു. ഒരു ബ്രഹ്മസൂത്രം, ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിൽ ടീച്ചറെ ആകർഷിച്ച ദിവ്യ പുണ്യഗ്രന്ഥം ഏതാണ്? ശ്രീമദ് ഭഗവത്ഗീത. കാരണം ഭഗവത്ഗീതയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഭഗവാൻ നമുക്ക് ഉദ്ദേശിച്ച് തരികയാണ്. പാർത്ഥായ പ്രതിബോധിത. നമ്മൾ എന്ത് ചോദ്യം ചോദിച്ചു, ആദ്യം തന്നെ ധ്യാന ശ്ലോകത്തിൽ നമ്മളത് പറഞ്ഞു. അതായത് പാർത്ഥായ പ്രതിബോധിത. എന്ത് കാര്യം നമ്മൾ ഈ പ്രതിബോധിതയാണ് എന്നെ ബുദ്ധിമുട്ടിച്ച് അന്ന് ശ്ലോകം ചൊല്ലിത്തരുമ്പോൾ. പ്രതിബോധിത എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു സംശയം ഉണ്ടെങ്കിലും ഉള്ളിലുള്ള ഗുരുവിനോട്, ഗുരുവായ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ പ്രാപ്യമായത് ആണെങ്കിലും അതിനെ അറിയുന്നവർക്ക് അറിയുന്നത്. അപ്പോൾ ഈ സാധനാമാർഗങ്ങൾ, ഭക്തിമാർഗം, ജ്ഞാനമാർഗം, കർമ്മമാർഗം അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ ടീച്ചർ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന മാർഗം ഏതാ? കർമ്മമാർഗം. എന്തുകൊണ്ട്? അതായത് കർമ്മത്തിലൂടെയാണല്ലോ നമ്മൾ മരിക്കുന്നത് വരെ കർമ്മം ചെയ്യുന്നു എന്നാണല്ലോ. ഈ ജീവൻ ഇവിടുന്ന് പോകുന്ന കാലം വരെ, ലയിക്കുന്ന കാലം വരെ നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണല്ലോ. അതുകൊണ്ട് കർമ്മമാർഗം തന്നെയല്ലേ. നമ്മൾ പരക്കെ കാണുന്ന, നമ്മളെ വളരെയധികം ആകർഷിക്കപ്പെട്ട ഒരു ചിത്രം കാണാം എവിടെ പോയാലും, ഗുരുവായൂരായാലും നമ്മുടെ വീട്ടിലൊക്കെ, രഥരൂപകൽപ്പന. അതിൽ വളരെയധികം ഒരു തത്വം അടങ്ങിയിട്ടുണ്ട്. ആ തത്വത്തെ പറ്റി ഒന്ന് പറയാൻ കഴിയുമോ? കഠോപനിഷത്തിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട്, ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവച എന്ന് പറയുന്നുണ്ട്. അതായത് അതേപോലെ ബുദ്ധിയാണ് സാരഥി. അത് ഈ സാരഥിയായ ബുദ്ധിയും നമ്മുടെ മനസ്സിനെ എപ്പോഴും അതിൻ്റെ ഈ ഒരു വിഷയത്തിലേക്ക് കടത്തിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടേത് ഒരു രഥയാത്രയാണ് എന്നാണ് പറയുന്നത്. കുതിരകൾ ഇന്ദ്രിയങ്ങളാണ്, അതായത് ഇന്ദ്രിയങ്ങൾ കുതിരകളാണ്. മനസ്സ് ഈ ഇന്ദ്രിയങ്ങൾക്കൊക്കെ അടിമപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, 5 തരം ഇന്ദ്രിയങ്ങളാണല്ലോ. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ കണ്ണ് എന്താണോ കാണുന്നത് അതിലേക്ക് പോവുക, അല്ലെങ്കിൽ ചെവി എന്താണോ കേൾക്കുന്നത് അതിലേക്ക് പോവുക. അങ്ങനെയൊക്കെ നമ്മൾ ഈ ഇന്ദ്രിയങ്ങൾക്ക് വശംവദരായി ജീവിക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ എത്തില്ല. അപ്പോൾ നമുക്ക് ഈ രഥത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരമാണ് നേടേണ്ടത്. അപ്പോൾ ആ സാക്ഷാത്കാരത്തിൽ എത്തണമെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള പ്രകോപനവും ഉണ്ടാവും.
അപ്പോൾ ഇന്ദ്രിയങ്ങൾ അതിന് സന്നദ്ധരായിരിക്കുകയാണ്, നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി നിയന്ത്രിക്കണം. അതെ, അതാണ് ഭഗവാൻ ഒരു ചമ്മട്ടി എന്തിക്കൊണ്ട് ഇരിക്കുന്നത്. ഇനി മരണാനന്തരം എന്ത്? എല്ലാവർക്കും അറിയാനുള്ളൊരാഗ്രഹം ലൈഫ് ആഫ്റ്റർ ഡെത്ത്. അതിന് എത്രയോ ഗവേഷണങ്ങളും പലയിടത്തും നടക്കുന്നുണ്ട്. ഋഷിമാരതിനുവേണ്ടി തപസ് ചെയ്തതായ സത്യം അറിയാൻ. ഇവിടെ ഒരു ബാലൻ കഠോപനിഷത്തിലെ നചികേതസ് യമധർമ്മനെ കാണാനിടയായി ഇല്ലേ? അതിനെപ്പറ്റി ടീച്ചറൊന്ന് പറയണം. എന്താണ് വരം അതായത് കഠോപനിഷത്തിലെ നചികേത അച്ഛനിങ്ങനെ വേണ്ടാത്ത പശുക്കളെയൊക്കെ ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ കുട്ടിയാണ്, അവന് ബ്രഹ്മത്തിലോട് വളരെ അടുപ്പവും സാമർഥ്യമുള്ള കുട്ടിയാണ്. അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കുകയാണ്, അച്ഛൻ എന്തിനാ പല്ല് പോയതും കുളമ്പില്ലാത്തതും വാലില്ലാത്തതും ഒക്കെ ആയ പശുവിനാ ഇങ്ങനെ ദാനം ചെയ്തിട്ട് അച്ഛൻ എന്ത് പ്രശസ്തി കിട്ടാനാണ്? ഇങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എന്നെ ആർക്കാണ് അച്ഛൻ ദാനം ചെയ്യാമെന്ന് ചോദിക്കാൻ. ഒരു പ്രാവശ്യവും 2 പ്രാവശ്യവും ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന് വളരെ ദേഷ്യം പിടിക്കുകയാണ് അച്ഛൻ പറയാണ്, നിന്നെ ഞാൻ യമനാണ് ദാനം ചെയ്യുന്നതെന്ന് പറയാൻ. അപ്പോൾ കുട്ടി ആലോചിക്കുകയാണ്, ഇത്രയും നല്ല ഉത്തമ പുത്രനായി നിന്ന എന്നെ അച്ഛൻ യമന് കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ തന്നെ യമൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ സംശയ നിവാരണത്തിന് വേണ്ടി മൂപ്പര് പോവുകയാണ് യമൻ്റെ അടുത്ത്. പോയപ്പോൾ അവിടെ 3 ദിവസം യമൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വന്ന ഉടനെ യമന് അറിയാണ് ഇങ്ങനെ മോൻ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. 3 ദിവസം ഇപ്പോൾ 3 വരം ചോദിച്ചോളാൻ പറയാണ്. ആദ്യം പറഞ്ഞു, എനിക്ക് ഈ മൂപ്പര് ഏറ്റവും കൂടുതൽ അച്ഛന് എന്നോട് ഇനി ഒരു ദേഷ്യം ഉണ്ടാവാൻ പാടില്ല, അതൊക്കെയാണ് അവൻ്റെ ചോദ്യം. പക്ഷേ അവൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ചോദ്യം എന്ന് പറയുന്നത് മരണത്തിന് ശേഷം എന്ത് എന്നുള്ളതാണ്. അതാണ് നമുക്ക് അറിയേണ്ടത്. മരണത്തിന് ശേഷം എന്ത് എന്നാണ് ഈ മോൻ യമനോട് കൂടുതലായും ചോദിക്കുന്നത്. അപ്പോൾ പറയാണ്, മോനെ നീ ഇതൊന്നും അറിയണ്ട, നിനക്ക് രഥം ഒരു എത്രയോ സ്വർണം തരാം, കുതിര തരാം, ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ പ്രയാസമായിട്ട് നമ്മളിവിടെ കാണുന്നുവോ അതൊക്കെ കൊടുക്കാമെന്ന് പറയാണ്. പക്ഷേ കുട്ടി അതിന് വശംവദനാവുന്നില്ല. വീണ്ടും മരണാനന്തരം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളെ ആരാണ് വരുന്നത്, നമ്മൾ എങ്ങനെയാണ് ഏതിനെയാണ് പ്രാപിക്കേണ്ടത്, നമുക്ക് മനുഷ്യരൂപം ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്തിനാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി യമൻ നചികേതസിന് വിവരിച്ചു കൊടുക്കുകയാണ്. മരണാനന്തരം എന്ത് എന്ന് വ്യക്തമായി ശാസ്ത്രീയമായി മനുഷ്യരാശിക്ക് ഉപദേശം അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് അത് പകർന്നു കൊടുത്തത് നചികേതസാണ് അല്ലേ? നചികേതസ് എന്നല്ല, എങ്ങനെ നചികേത എന്നും പറയും. ഓക്കെ, 4 അവസ്ഥകൾ എന്ന് പറയുന്നത് അതെ, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുരീയം. ഇതിൽ ആ പരമസത്യം അനുഭവിക്കുന്നത് ഏതവസ്ഥയിൽ? തുരീയത്തിൽ നിന്നാണ് ഈ ആത്മാവ് ചലിക്കുന്നതിനനുസരിച്ച് അതിന് ഒരു മൊട്ടുരൂപ, എന്താ അതിന് പറയുക, നാണയത്തൊട്ട് 1 രൂപയുടെ കോയിൻ. ആ കോയിൻ എടുക്കുകയാണെങ്കിൽ 25, 25, 25, 25 എന്നതിനെ തിരിച്ചു വെക്കാമല്ലോ. അങ്ങനെ ഒരു 25% ജാഗ്രത, പിന്നെയുള്ള 25 സ്വപ്നം, പിന്നെ സുഷുപ്തി, പിന്നെ ഒരു പരിപൂർണമാവുന്നത് ആത്മാ ആവുന്നതാണ് തുരീയം. ഇതിൽ അർജുന വിഷാദ യോഗത്തിൽ നിന്ന് നമ്മൾ എത്തുന്നത് മോക്ഷസന്യാസ യോഗത്തിലാണ്. 18 അധ്യായം യോഗയാണല്ലോ. അപ്പോൾ ഈ വിഷാദത്തിൽ മുഴുകിയ ഒരു ജീവനെ ഒടുക്കം റിയലൈസേഷൻ സാക്ഷാത്കാരത്തിലെത്തിക്കുന്നു അല്ലേ? അപ്പോൾ അത് വിശദമായി വിവരിക്കാനൊക്കെ വിഷമമാണ്. ചെറുതായിട്ട് ഈ മോക്ഷസന്യാസ യോഗം, അപ്പോൾ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിവരിക്കാമോ? അതായത് നമ്മൾ ഈ ഒരു മുദ്ര കാണിക്കുന്നുണ്ടല്ലോ ഭഗവാൻ, ചിന്മുദ്ര. അതിലെന്താ പറയുന്നത്? ഈ തമ്പ് കാണിക്കുന്നത് എന്താണ്? പരബ്രഹ്മം. ഇവിടെ ജീവനാണ്. ഈ ജീവൻ അതിൻ്റെതായ എല്ലാ പ്രാരബ്ധങ്ങളും നേരിട്ട് ഏതൊക്കെ അനുഭവങ്ങളായോ അതിനുണ്ടായിരിക്കുന്നത് അതിനൊക്കെ നേരിട്ട് അത് ഈ ഒരു അവസ്ഥയിലേക്ക് വന്ന് പ്രാപിക്കണം. അല്ലാതെ ഇത് വന്ന് അങ്ങോട്ട് പ്രാപിക്കില്ല. അപ്പോൾ ഇത് ഇങ്ങനെ പ്രാപിച്ചു കഴിഞ്ഞ് ത്രിഗുണാതീതനായി വർത്തിച്ചാലേ ഈ ഒരു ജീവൻ ബ്രഹ്മത്തിലേക്ക് ലയിക്കുകയുള്ളൂ. എന്താണ് ആത്മസാക്ഷാത്കാരം നേടുകയുള്ളൂ. ഇതാണ് സാക്ഷാത്കാരം. അത് തന്നെയാണ് ഭഗവാൻ പറഞ്ഞു വരുന്നതും. അത് പഠിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഭഗവത്ഗീത അല്ലേ? അപ്പോൾ ഒരു സംശയം, ഈ 3
മൂന്നെണ്ണം ത്രിഗുണ ആണ്. അതായത് സാത്വികം അല്ലെങ്കിൽ രാജസം അങ്ങനെ വരുന്ന, തമസ് അങ്ങനെ വരുന്ന, അതിൽ നിന്നൊക്കെ അതീതനായി നിൽക്കണം എന്നാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞത്. ത്രിഗുണ വേദങ്ങളൊക്കെ എന്ന് പറയുന്നത്, വേദങ്ങളിലൊക്കെ നിങ്ങൾക്ക് പ്രേയസിന് വേണ്ടിയുള്ളതൊക്കെ കാണാം. പക്ഷെ നീ അതിൽ നിന്നും അതീതനായി മോക്ഷത്തിലേക്ക് പോവേണ്ട മാർഗത്തെ അന്വേഷിക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞു വന്നത്. ഇനി നമുക്ക് ഈ 6 ആധാരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഷഡ്ചക്രങ്ങൾ, അത് ഒന്ന് പറയാമോ? അത് ഏതൊക്കെയാണ് ഷഡ്ചക്രങ്ങൾ? മൂലാധാരം, മണിപൂരകം, സാധിഷ്ഠാനം, മണിപൂരകം, ആജ്ഞ, വിശുദ്ധി, അങ്ങനെ സഹസ്രാര പത്മം വരെയുള്ള. ഇതിൽ മൂലാധാരത്തിൽ നമ്മൾ അജ്ഞരാണ്, സഹസ്രാരത്തിലെത്തുമ്പോഴാണ് നമ്മൾ ജ്ഞാനിയാവുന്നത്. അതല്ലേ ഇതിൻ്റെ ശരി? അതെ. അതായത് ഇട പിങ്കള എന്ന സുഷുമ്ന നാഡി, അതിലെ ഒരു ഹോളോ ആയ ഒരു അവസ്ഥയുണ്ട്. അതിലൂടെയാണ് നമ്മൾ ചാർജിങ് കയറ്റി കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ആത്മാനം. നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു മൊബൈൽ ഇതിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ, അത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് 1, 2 അങ്ങനെ പെർസെൻറ്റേജ് കയറി പോകുന്നുണ്ട്. അതേപോലെ സഹസ്രാര പത്മം വരെ. ഇനി ഇപ്പോൾ ഇവിടെ പരക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, എല്ലാ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വടകര അപ്പുറം സ്ഥലത്താണ്, അത് കണ്ണൂരട്ടെ. 3 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കുണ്ടലിനി ശക്തി ഉയർത്തി തരാം, 6 മാസം കൊണ്ട് ഉയർത്താം, ഇങ്ങനെയൊക്കെ ചില ഋസുകാല കോഴ്സുകൊണ്ട്. ഇത് സാധിക്കണ കാര്യമാണോ? അല്ല, ഒരിക്കലും അല്ല. അത് അല്ല. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ആത്മാനം എന്ന് പറയുവാൻ സാധ്യതയില്ല. കാരണം ഇതിൽ നിന്ന് വേണമെങ്കിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾക്ക് മുന്നോട്ട് പോകാം. അല്ലാതെ പെട്ടെന്ന് മാറ്റാമെന്ന് നമുക്ക് ആർക്കും ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയില്ല. ഈവൻ നമ്മുടെ മക്കൾക്ക് പോലും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. ഭഗവത്ഗീതയിലെ ഗീതാചാര്യ കൊണ്ടാണ് ഞാൻ അധികം ഗീതയിൽ നിന്ന് ചോദിക്കുന്നത്. ഭഗവത്ഗീതയിലെ സാഖ്യയോഗത്തിൽ 3 ബുദ്ധികളെ പറ്റി പറയുന്നുണ്ട്, ഇല്ലേ? അത് സാഖ്യബുദ്ധി, യോഗബുദ്ധി, വ്യവസായാത്മിക ബുദ്ധി, ഏക, അല്ലേ? ഇതിനെപ്പറ്റി ടീച്ചർ ഒന്ന് വിവരിക്കുമോ? വ്യവസായാത്മിക ബുദ്ധി ഏകേഹ ഗുരുനന്ദന എന്നാണ് പറഞ്ഞത്. ഒരേ ഒരു ബുദ്ധിയാണ്. ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ജീവൻ എന്ത് ചെയ്യാണ്? പ്രവർത്തനം ചെയ്തുകൊണ്ട് അതിൽ ലയിക്കേണ്ട പരിപാടിയാണ്. അതാണ് വ്യവസായാത്മിക ബുദ്ധി. അവ്യവസായിക ബുദ്ധി എന്ന് പറയുന്നത് ഉപശാഖകളോട് കൂടിയതാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ അതിൻ്റെ ഉള്ളിൽ ബുദ്ധിയിൽ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതെവിടെ എത്താത്തൊരു ബുദ്ധിയാണ്. അതിന് ഏതിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനെപ്പറ്റിയാണ് കൂടുതൽ ചിന്തിക്കുന്നത്. അപ്പോൾ വ്യവസായാത്മിക ബുദ്ധി ഏകേഹ ഗുരുനന്ദന. അങ്ങനെയാണെങ്കിൽ ആ വ്യവസായാത്മിക ബുദ്ധി നമ്മളായി മാറണം. അങ്ങനെയാണ്. അപ്പോൾ ഗീതയിൽ എപ്പോഴും പറയുന്നുണ്ട് ഈ കാർപ്പണ്യദോഷം മാറ്റൂ. അതെന്താ ഈ കാർപ്പണ്യദോഷം? കാർപ്പണ്യദോഷവും അത് അർജുനൻ പറയുന്നുണ്ട്. അതായത് ശ്രീകൃഷ്ണനോട് പറയാണ്, കാർപ്പണ്യദോഷോ അപഹത സ്വഭാവ, നമ്മുടെ സൽസ്വരൂപത്തെ മറക്കുന്നതാണ് കാർപ്പണ്യദോഷം. അതായത് അജ്ഞാനം കൊണ്ട് സംഭവിക്കുന്നതാണ്. അത് ഏതൊക്കെയാണ് നമുക്ക് ഏതൊക്കെ അതാവാം. അതായത് കാമം, ക്രോധം, മോഹം, മതം, മാത്സര്യം എല്ലാം. അതൊക്കെ അതിലൊക്കെ ഏതെങ്കിലും ഒന്ന് മികച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ കാർപ്പണ്യദോഷം. നൈഷ്കർമ്മ്യ സിദ്ധി ഗീത വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതാണ്. അതൊന്ന് നൈഷ്കർമ്മ്യ സിദ്ധി, അതായത് നിഷ്കാമമായ കർമ്മം ചെയ്ത് യോഗത്തിലേക്ക് ലയിക്കുക. അതായത് ഇവിടെ എല്ലാം ഒരു യജ്ഞമാണല്ലോ. ആ യജ്ഞത്തിൽ ഭഗവാൻ പല യജ്ഞങ്ങളും നടത്താൻ ഇവിടെ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ആ പ്രേരണക്ക് പാത്രീഭൂതമായി ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്ക് നൈഷ്കർമ്മ്യമാണ്. അതായത് ഇപ്പോൾ ഭഗവത്ഗീത തന്നെ 1-ാം അധ്യായം മുതൽ 18 അധ്യായം നല്ല രീതിയിൽ പഠിച്ചു വരികയാണെങ്കിൽ മനസ്സിലാവും. അതായത് ഭഗവാൻ പറയുന്നുണ്ട്, ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയത എന്ന് പറയുന്നുണ്ട്. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഓരോരോ ശരീരം തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ളതായിരിക്കണം. അതിന് മനുഷ്യർക്കാണ് കൂടുതലും വിവേകബുദ്ധി തന്നിരിക്കുന്നത്. അപ്പോൾ ആ വിവേകബുദ്ധിയിലൂടെ അവർ സാക്ഷാത്കാരത്തിൻ്റെ മാർഗം തേടണം. ചുരുക്കി പറഞ്ഞാൽ ഭഗവത്ഗീത പഠനം കൊണ്ട് ഇത് സാധിക്കും അല്ലേ? ഓക്കെ. ഇനി 4 തരം ഭക്തന്മാരെ പറ്റി ഗീതയിൽ പറയുന്നുണ്ട്, ഒന്ന് പറയും. 4 തരം ഭക്തന്മാർ. ഒന്ന് അർത്ഥാർത്ഥിയാണ്, ഒന്ന് രോഗം കൊണ്ട്
ഭഗവാനെ സേവിക്കുന്ന ആർത്തൻ, അർത്ഥാർത്ഥി, ജിജ്ഞാസുവാണ്. ജിജ്ഞാസു പിന്നെ ജ്ഞാനിയാണ്. 4 പേര്. അപ്പോൾ ഇപ്പം ഇത്രയും ഇതുകൊണ്ട് എനിക്ക് നിങ്ങൾ സംസ്കൃതം ഒരുവിധം നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ. എങ്ങനെ അത് സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെ ഈ സിദ്ധി കിട്ടി? സംസ്കൃതം ഞാൻ പഠിച്ചിട്ടില്ല. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ആ ഒരു ഇതിൽ നിന്ന് പൈതൃകമായി ഭവിച്ചതായിരിക്കാം. ഗീതയിലെ പരമപ്രധാനമായ സന്ദേശം അതൊന്ന് പറയുമോ? അതായത് നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഹ ഉഭയോരപി ദൃഷ്ടന്തഹത്വനയോ തത്വദർശിഭിഹി എന്ന് പറയുന്നുണ്ട്. അതായത് ഉള്ളതിനെ ഉണ്മയുള്ളൂ, ഇല്ലാത്തതിന് ഒരിക്കലും ഉണ്മയില്ല. അതാണ് ഏറ്റവും വലിയ തത്വം. ഉള്ളതിനെ ഉണ്മയുള്ളൂ, ഉണ്മയുള്ളതിന് എപ്പോഴും ഉണ്മ ഉണ്ട്. പ്രധാന സന്ദേശം. ഓക്കെ. ഇനി നമ്മൾ ഇത് ഭഗവത്ഗീതയെ പറ്റിയാണ് മുഴുവൻ ചർച്ച ഉണ്ടായത്. അതല്ലാതെയും നമുക്ക് പുണ്യഗ്രന്ഥങ്ങളുണ്ടല്ലോ. അപ്പോൾ ഹരിനാമകീർത്തനം എങ്ങനെയോ അതിലൊരു 2 വരി 4 വരി ചൊല്ലാൻ കഴിയുമോ? ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ ബദ മിണ്ടാവതല്ല മമ എന്നാണ്. ഒന്നായ നിന്നെ 2 എന്ന് കണ്ടുപോയതിൽ എനിക്ക് വന്നിരിക്കുന്ന ഈ സംസാര ദുഃഖത്തിൻ്റെ കഥ പറയാൻ എനിക്കിപ്പോൾ വയ്യ. കാരണം ഞാനിപ്പോൾ മനസ്സിലാക്കി ഒന്നേ ഉള്ളൂ എന്ന്. അപ്പോൾ ഇണ്ടലിനെ പറ്റി, ഇണ്ടൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉണ്ടായ ദുഃഖങ്ങളാണ്. ആ ദുഃഖത്തെപ്പറ്റി ഇനി ഞാൻ പറഞ്ഞിട്ടെന്താ കാര്യം? ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായിപ്പോയതാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ തത്വം. അതിൽ ആ പരമതത്വമായി മടങ്ങിയിട്ടുണ്ടെന്ന് അർത്ഥം. ഓക്കെ. ഇനി നിങ്ങൾക്ക് ടീച്ചർക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ കേട്ടിട്ടുണ്ട് നിത്യാനന്ദ ഭഗവാനും പിന്നെ എന്താ അതിൻ്റെ പേര് ഗുരുവാനും. അതിനെപ്പറ്റി 2 വാക്ക് മതി, ഒന്ന് റെഫർ ചെയ്താൽ. നിത്യാനന്ദ ഭഗവാൻ അമ്മയുടെ ഗുരുവിൻ്റെ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ ആശ്രമമാണ് ഗുരുവനം. അവിടെയാണ് ഞാൻ ആദ്യമായി ഗീത ക്ലാസ് എടുക്കാൻ തുടങ്ങിയത്. ഗുരുവായിട്ട് ചിദാനന്ദപുരി സ്വാമി, കൊളത്തൂർ ആശ്രമം, അതിൻ്റെ ഒരു അനുഭവം ചെറുതായിട്ടൊന്ന് വിവരിച്ചാൽ മതി. ചിദാനന്ദപുരി സ്വാമിജിയാണ് ഗീത. അന്ന് ഒരു NSSൻ്റെ ഒരു പ്രോഗ്രാമുള്ള ദിവസമായിരുന്നു എനിക്ക്. പക്ഷേ അവിടെ ഒരു അന്തര്യോഗം ഉണ്ടെന്ന് അവിടുത്തെ ഒരു ഏട്ടൻ്റെ സുഹൃത്ത് പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ അവിടെ പോവുകയാണ്. അപ്പോൾ എനിക്ക് ഗീത പഠിക്കണമെന്ന് സ്വാമിജിയോട് പറഞ്ഞപ്പോൾ എന്താ സംശയം ഞാൻ ചോദിച്ചു. ഇത് പഠിച്ചെനിക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുമോ സ്വാമി? എന്താ സംശയം എന്നാണ് ചോദിച്ചത്. അത് തന്നെയാണ് എനിക്കുള്ള പോസിറ്റീവ് എനർജി. ചിദാനന്ദപുരി സ്വാമിയാണ് ഗീതയ്ക്ക് ഇൻസ്പിറേഷൻ തന്നത്. ഓക്കെ. ഇനി ഇവിടെ നിലമ്പൂരമ്മ എന്ന് നമ്മൾ പറയുന്ന അമ്മയെ കണ്ടുമുട്ടിയ ആ അനുഭവം ഒന്ന് പറയൂ. അമ്മയെ കണ്ടുമുട്ടിയിട്ട് ആ അനുഭവം ഇവിടെ വരാനുള്ള കാര്യങ്ങളും. അപ്പോൾ ഞാനന്ന് ഇപ്പോൾ നേരത്തെ പ്രതിപാദിച്ചല്ലോ, അവിടെ ഈ ഗീത അന്തര്യോഗം ഉണ്ടായിരുന്നു സ്വാമിജിയുടെ അടുത്ത് കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ. അവിടെ ഇവിടുത്തെ വലിയമ്മ അവിടെ വരാറുണ്ട്, അമ്മയുടെ ചേച്ചി. അവിടെ വന്നിട്ട് നമ്മളൊരു ഗ്രൂപ്പിലായിരുന്നു. അങ്ങനെ വലിയമ്മയെ കണ്ടുമുട്ടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ആകൃഷ്ടയായി എന്ന് തന്നെ പറയാം. അങ്ങനെ വലിയമ്മ പിന്നെ ആശ്രമത്തിൽ വരാതായപ്പോൾ ഇവിടെ കാണാൻ വന്നതാണ്. അപ്പോൾ വലിയമ്മ പറഞ്ഞു ഗീത എടുക്കും മോള് അങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഗീത ക്ലാസ് തുടങ്ങാവോ അങ്ങനെയൊക്കെ ചോദിച്ചു. അങ്ങനെ 2ാം ശനിയാഴ്ച ഇവിടെ ഗീതാ ക്ലാസ് എടുക്കാൻ വന്നതാണ്. അമ്മ എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് എൻ്റെ അമ്മ പോലെ തന്നെ കർമ്മശുദ്ധിയാണ്. അത് 100% കറക്റ്റാണ്. അതായത് കർമ്മശുദ്ധി തന്നെയാണ് ഓരോരുത്തരുടെയും മുക്തിക്ക് കാരണം. അതായത് സംസാര സാഗരത്തിൽ ആറാടാനും കാരണം അത് തന്നെയാണ്. അതിൽ നിന്ന് മോചനം കൊടുക്കുന്നതും അത് തന്നെയാണ്. ഇനി നിങ്ങൾക്ക് ടീച്ചർക്ക് പ്രേക്ഷകരോട് എന്താണ് പറയുക ആധ്യാത്മിക കാര്യത്തെ പറ്റി? ഞാൻ എന്താ പറയാമെന്നറിയാലോ, ഗീത പഠിക്കുക എന്നാണ് ഞാൻ പറയാം. ഗീത പഠിച്ച് അതിൽ നിന്നുള്ള പ്രബോധനം ഏറ്റെടുത്തുകൊണ്ട് അത് സമൂഹത്തിലോ അല്ലെങ്കിൽ അവരവരുടെ നന്മക്കായിട്ട് കീപ്പ് ചെയ്യാനാണ് പറയാം. അതിൽ വല്ലവരും അത്രയും ആവശ്യം വന്ന് ടീച്ചർ സഹായിക്കുമോ? തീർച്ചയായും. അപ്പോൾ എന്നെ സമീപിച്ചാൽ കോണ്ടാക്ട് ചെയ്യാൻ പറയാമല്ലോ ധൈര്യമായിട്ട്? ഓക്കെ, പറയാം. സ്ഥിതപ്രജ്ഞത്വം കൈവരിക്കാനാണ് ഈ മനുഷ്യജന്മം കിട്ടിയതും. സ്ഥിതപ്രജ്ഞത്വം കൈവരിക്കാൻ നമ്മുടെ പ്രജ്ഞ സ്ഥിതമാകണം, ഉറച്ചിരിക്കണം. പിന്നെ അങ്ങോട്ട് ചാഞ്ചാടരുത്. സർവ്വം ഈശ്വരമയം എന്നുള്ളത് ഇതല്ലേ ഗീതയുടെ ചുരുങ്ങിയ നമ്മൾ അറിയേണ്ടതും അനുഭവിക്കേണ്ടതും.
അതെ, അതായത് നമ്മുടെ സ്വകർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. ആ സ്വകർമ്മത്തിലൂടെയാണ്, അത് കൃത്യമായി അനുഷ്ഠിക്കുന്നതിലൂടെയാണ് നമ്മൾ അങ്ങനെയുള്ള പ്രാപ്യമാവുന്നത്, സ്ഥിതിയെ പ്രാപിക്കുന്നത്. ഏതായാലും ഈ സുഗത ടീച്ചർ STVക്ക് വേണ്ടി ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിൽ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.